വെൽക്കം ഓൺ മാസ്റ്റർ മൈൻഡിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ PSCയുടെ 10th ലെവൽ എക്സാംസൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞായിരുന്നു. ഒരു ഘട്ടം നിർഭാഗ്യവശാൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ 3, 4 ഒക്കെ ഉടനെ തന്നെ നടക്കും. 2ൻ്റെ പുതുക്കിയ തീയതിയൊക്കെ ഉടനെ അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ 1ാമത്തെ ഘട്ടം കംപ്ലീറ്റ് ആയത് ഫസ്റ്റ് ലെവൽ മാത്രമായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ച 1-2 ചോദ്യങ്ങളും അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നോക്കാം. അപ്പോൾ PSC പൊതുവേ 10th ലെവൽ വരെയുള്ള ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, 10ാം ക്ലാസ് 10ാം തരം വരെയുള്ള ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടുന്നത്. കയറി ചോദിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിൽ ബാക്കിയുള്ള ഒരു സെക്ഷനിൽ നിന്നും എനിക്ക് ഈ സയൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ കയറി ചോദിപ്പ് കണ്ടില്ല, ഫിസിക്സ് കെമിസ്ട്രിയുടെ ഭാഗങ്ങളിലൊന്നും. അപ്പോൾ അതിൻ്റെ നമ്മളൊരു PSC കണ്ടിന്യൂസ് ആയിട്ട് നോക്കി പോകുന്ന ഒരാൾക്കാണെങ്കിൽ, PSC നോക്കി പോകുന്ന ഒരാൾക്കാണെങ്കിൽ, അടിസ്ഥാനം ഉള്ള ഒരാൾക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഒരു തരത്തിലുള്ള നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് PSC കണ്ടിന്യൂസ് ആയിട്ട് നോക്കി പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ്, ബേസിക് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്നൊക്കെ മനസ്സിലാക്കി പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളതെല്ലാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ PSCയുടെ ഈ കാര്യങ്ങളിൽ PSC ഇപ്പോൾ ചോദിക്കുന്ന പാറ്റേൺ ആയിരുന്നാലും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആയിരുന്നാലും വളരെ വ്യത്യാസപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിലേക്കൊന്നും പോയിട്ടില്ല. ഇതിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ജോഗ്രഫിയുടെ സെക്ഷൻ മാത്രമായിരുന്നു ഇത്തിരി കയറി ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നിയത്. ബാക്കിയുള്ള സെക്ഷൻസ് എല്ലാം തന്നെ വളരെ നമുക്ക് നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സെക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്തതെന്നാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിൽ ഇപ്പോൾ PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും, PSC ചോദിച്ച് വരുന്ന പാറ്റേണുകളിൽ വലിയ മാറ്റവും കാര്യമൊന്നും ഈയിടെയായിട്ട് കാണുന്നില്ല. ജോഗ്രഫി മാത്രമാണ് ഇത്തിരി ഒന്ന് NCERT ലെവലിലേക്ക് കയറി ചോദിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയെല്ലാം തന്നെ നമ്മളൊരു ഫ്ലോയിൽ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യവും ഒന്ന് നോക്കി പഠിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ് ഭൂരിഭാഗവും. ഇപ്പോൾ ഒന്നും റിവൈസ് ചെയ്യാതെ ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കില്ല അറിയാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ കിട്ടുന്ന തരം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഫുൾ. ഇപ്പോൾ നമുക്ക് ഈ പ്രിലിംസിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. മാർക്കുകളുടെ അടിസ്ഥാനത്തിലല്ല, നമുക്ക് പ്രിലിംസ് എന്തായിരുന്നാലും ക്ലിയർ ചെയ്യണം. നമുക്ക് 80 മാർക്ക് 90 മാർക്ക് 95 മാർക്ക് വാങ്ങണം എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. പ്രിലിംസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളത് ക്ലിയർ ചെയ്തിരിക്കണം. ഈ മാർക്കുകളുടെ അടിസ്ഥാനം വരുന്നത് എപ്പോഴും എങ്ങനെയാണ്, നമ്മുടെ മെയിൻസ് എക്സാം കഴിയുമ്പോഴേക്കുമാണ് മാർക്കിൻ്റെ ബേസ് വരുന്നത്. എപ്പോഴും നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനും ക്രാക്ക് ചെയ്യാനുള്ള ഐഡിയ വേണം ഉണ്ടാക്കി വയ്ക്കാൻ. പിന്നീട് മെയിൻസിന് വേണ്ടി കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ പ്രിലിംസിലെ ഹാർഡ് വർക്ക് ചെയ്തുകൂടാ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രിലിംസിൽ ഇത്രയും മാർക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആകണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് നമുക്ക് എന്തായിരുന്നാലും കിട്ടിയാൽ അത് ഉറപ്പായിട്ടും ഒരു ശരാശരി പഠിക്കുന്ന ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒന്നും വായിക്കാതെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് ഏത് ആവൃത്തിയിലുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 ഹെർട്സ്, 2000 ഹെർട്സ്, 200 കിലോ ഹെർട്സ് എന്നാണ്. കിലോ ഹെർട്സ് 2000 കിലോ ഹെർട്സ് എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന പരിധിയെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശ്രവണ പരിധിയെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. എന്താണ് ശ്രവണ പരിധി? ശ്രവണ പരിധി എന്നത് എന്താണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ പരിധിയാണ് ശ്രവണ പരിധി, ഓഡിബിൾ റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾക്കൊരു റേഞ്ച് ഉണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത് എത്ര മുതൽ എത്ര വരെയാണ്? മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് എന്ന് വേണം പറയാൻ, കേട്ടോ. അപ്പോൾ അവിടെ തന്നിരുന്നത്, ഓപ്ഷൻസിൽ തന്നിരുന്നത് 200 കിലോ ഹെർട്സും 5 ഹെർട്സ് 2000 കിലോ ഹെർട്സ്. ഇത് മൂന്നും ഇതിൻ്റെ റേഞ്ചിൽ വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, 2000 ഹെർട്സ്.
ഇത് മാത്രമേ ആ ഓപ്ഷനിൽ ശ്രവണ പരിധിക്കുള്ളിൽ വരുന്നുള്ളൂ. കാരണം ഈ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിൽ വരുന്നത് ഈ 2000 ഹെർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഉത്തരം. അപ്പോൾ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്നാണ് പറയുന്നത്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ശ്രവ്യ ശബ്ദം അല്ലെങ്കിൽ ഓഡിബിൾ സൗണ്ട് എന്ന് പറയും. ഇനി 20,000 ഹെർട്സിന് മുകളിലുള്ളതിനെ അൾട്രാസോണിക് സൗണ്ട് എന്നാണ് വിളിക്കുന്നത്. അൾട്രാസോണിക് സൗണ്ട്. അപ്പോൾ 20 ഹെർട്സ് ആണ് താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക് എന്നും 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 ഹെർട്സ് ടു 20K ഹെർട്സ് വരെ അതിന് ഓഡിബിൾ റേഞ്ച് എന്നും ശ്രവണ പരിധി എന്നും പിന്നെ 20,000 ഹെർട്സിന് മേളിലാണെങ്കിൽ അതിനെ അൾട്രാസോണിക് സൗണ്ടുകൾ എന്നുമാണ് വിളിക്കുന്നത്. സൗണ്ടുകളെ 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിക്കൽ വന്നിരിക്കുന്നത്. മനുഷ്യൻ്റെ ശ്രവണ പരിധിയാണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അതിനെ ശ്രവണ പരിധി ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി 20 ഹെർട്സിന് താഴെയാണെങ്കിൽ അതിനെ ഇൻഫ്രാസോണിക് എന്നാണ് പറയുന്നത്. ആനയ്ക്കൊക്കെ ഇൻഫ്രാസോണിക്കിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ 20,000 ഹെർട്സിന് മേളിലാണെങ്കിൽ അതിനെ അൾട്രാസോണിക് എന്നാണ് പറയുന്നത്. വവ്വാലുകൾ അൾട്രാസോണിക് വഴിയാണ് അവ ഇര പിടിക്കുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനെയാണ് ശ്രവണ പരിധിയെ നമുക്ക് എന്ത് ചെയ്യാം, തരം തിരിക്കാം. ഇനി അടുത്ത് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ. എന്താണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് നോക്കാം. ആവൃത്തി 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. ഉദാഹരണം ഭൂകമ്പ തരംഗങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ആന, തിമിംഗലം എന്നിവയുടെ ആശയവിനിമയം. ഇതെല്ലാം ഇൻഫ്രാസോണിക്കിൻ്റെ അകത്ത്. തിമിംഗലം, ആന എന്നിവയുടെ ആശയവിനിമയം എല്ലാം വരുന്നത് ഇൻഫ്രാസോണിക്കാണ്. ആനകൾ ആശയവിനിമയത്തിന് ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇൻഫ്രാസോണിക് ഉപയോഗിച്ച് താഴെ പറയുന്നവയിൽ ഇൻഫ്രാസോണിക് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ജീവികളേവ. ആന ഉണ്ടാവാം. വേറെ ഓപ്ഷൻസിൽ വേറെ പല ജീവികൾ. ആനയുണ്ടെങ്കിൽ ആനയെ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. തിമിംഗലം ഉണ്ടെങ്കിൽ അതിനെയും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിൽ താഴെ മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. ആന, തിമിംഗലം ഇവയുടെ സംഭാഷണം, അവയുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാണ്. ഇനി ഭൂകമ്പങ്ങളുണ്ട്, അല്ലാതെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൊക്കെ ഉണ്ടാകുന്നതെല്ലാം ഇൻഫ്രാസോണിക് സൗണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തത് ശ്രവ്യ ശബ്ദം, ഓഡിബിൾ. നമ്മൾ പറഞ്ഞത് രണ്ടാമത്തത് ശ്രവ്യ പരിധിക്കകത്തുള്ളതാണ്, ഓഡിബിൾ റേഞ്ചിൻ്റെ അകത്തുള്ളതാണ്. ഓഡിബിൾ റേഞ്ചിൻ്റെ അകത്തുള്ള ആവൃത്തി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ അല്ലെങ്കിൽ 20K ഹെർട്സ് വരെ. ഇത് രണ്ട് ഓപ്ഷനിൽ കാണും. അത് രണ്ട് പഠിച്ചു വയ്ക്കണം. 20 ഹെർട്സ് മുതൽ 20K അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ളതിനെയാണ് ഓഡിബിൾ റേഞ്ച്, ഓഡിബിൾ സൗണ്ട് എന്ന് വിളിക്കുന്നത്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങളെയാണ് ഓഡിബിൾ സൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. മനുഷ്യന് കേൾക്കാൻ മനുഷ്യൻ്റെ ശ്രവണ പരിധിക്കുള്ളിലുള്ളവയാണ് ഓഡിബിൾ സൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം നമ്മളെ സംസാര ശബ്ദം, സംഗീതം, വാഹനങ്ങളുടെ ശബ്ദം, ഇതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഏതൊക്കെ ശബ്ദങ്ങളുണ്ടോ അതിനെല്ലാം എന്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാം? ഓഡിബിൾ സൗണ്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരാം. 20 ഹെർട്സ് മുതൽ 20K ഹെർട്സ് വരെയാണ് അതിൻ്റെ പരിധി എന്ന് പറയുന്നത്. അടുത്തത് അൾട്രാസോണിക്. മൂന്നാമത്തത് ഇൻഫ്രാ കഴിഞ്ഞു, ഓഡിബിൾ കഴിഞ്ഞു. മൂന്നാമതായി വരുന്നതാണ് അൾട്രാസോണിക് സൗണ്ടുകൾ. അൾട്രാസോണിക് സൗണ്ട്സ്. അപ്പോൾ അൾട്രാ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലുള്ള. അൾട്രാസോണിക് എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ളതാണ്. വളരെ കൂടുതൽ ആവൃത്തി 20,000 ഹെർട്സിൽ കൂടുതലുള്ള 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ എന്തെന്ന് വിളിക്കാം? അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് വിളിക്കാം. 20 ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20K ഹെർട്സ് അതിന് മേളിലുള്ളവയെ എന്തെന്ന് വിളിക്കാം? അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് വിളിക്കാം. മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. മനുഷ്യന് 20,000 ഹെർട്സിന് മേളിൽ കേൾക്കാനും കഴിയില്ല, 20 ഹെർട്സിന് താഴെയും കേൾക്കാൻ കഴിയില്ല. ഉപയോഗങ്ങൾ: ഗർഭസ്ഥ ശിശുവിനെ പരിശോധിക്കാൻ അൾട്രാസോണിക് സൗണ്ട് സ്കാനിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. വൃക്കയിലെ കല്ല് പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സോണാർ ടെക്നോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. ലോഹങ്ങളിലെ വിള്ളൽ കണ്ടെത്താൻ ഉപയോഗിക്കാറുണ്ട്. മെഡിക്കൽ പരിശോധനകൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവയ്ക്ക് എല്ലാം ഉപയോഗിക്കാറുണ്ട്. അൾട്രാസോണിക് സൗണ്ട് മെഡിക്കൽ രംഗത്ത് വളരെയധികം ഉപയോഗമുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ പരിശോധിക്കാൻ അൾട്രാസോണിക് സ്കാനിങ് ഉണ്ട്. വൃക്കയിലെ കല്ല് പൊടിക്കാൻ ലിത്തോട്രിസ്പി എന്ന് പറയുന്ന
ഈ വൃക്കയിലെ കല്ല് പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 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 രീതിയാണ്, ഒരു മെഡിക്കൽ രീതിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സൊണാർ എന്ന് പറയുന്ന ടെക്നോളജി, കടലിലെ ആഴങ്ങൾ, ഉൾക്കടലിൻ്റെ ആഴങ്ങൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സൊണാർ. സൊണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് ആണ്. ലോഹങ്ങളുടെ വിള്ളൽ കണ്ടെത്താൻ, ലോഹങ്ങൾക്ക് ഉള്ളിൽ വിള്ളലുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ലോഹങ്ങളുടെ ഉള്ളിലെ വിള്ളൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ടാണ്. മെഡിക്കൽ പരിശോധനകൾക്ക് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കാറുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമുക്ക് ഇപ്പോൾ വയറിൻ്റെ സ്കാനിങ് ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കും. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് അവിടെ ചെയ്യാറ്. അപ്പോൾ ഈ അൾട്രാസൗണ്ടിന് വളരെയധികം മെഡിക്കൽ പരമായിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനുണ്ട്. 20,000 ഹെർട്സിന് മേളിലുള്ളവയാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് മേളിലായതുകൊണ്ട് തന്നെ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ശ്രവണ പരിധി, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദം അറിയപ്പെടുന്നത് എന്താണ്? ഇൻഫ്രാസോണിക്. 20 ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദം 20 കെ ഹെർട്സിൽ കൂടുതലുള്ളത് എത്രയാണ്? അൾട്രാസോണിക്. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്ന ജീവി ഏത്? വവ്വാലും ഡോൾഫിനുമാണ്. കേട്ടോ, പഠിച്ചു വെച്ചോ, വവ്വാലും ഡോൾഫിനുമാണ്. അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ വേറെ മറ്റ് ഇര പിടിക്കാനായിരുന്നാലും മറ്റു മാർഗ്ഗങ്ങൾ, അൾട്രാസോണിക് സൗണ്ട് ഉപയോഗപ്പെടുത്തുന്ന ജീവികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് പറയുന്ന 2 പേരുകളാണ് വവ്വാലും ഡോൾഫിനും. ഇൻഫ്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്ന ജീവി ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ആനയാണ്. അൾട്രാസോണിക് ശബ്ദത്തിൻ്റെ ഒരു മെഡിക്കൽ ഉപയോഗമാണ് അൾട്രാസൗണ്ട് സ്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ബേസിക് ഐഡിയയാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ചോദിച്ചതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊന്ന് ബേസിക്കായിട്ട് നമുക്കിതെല്ലാം അറിഞ്ഞു വെച്ചേ പറ്റുള്ളൂ. അറിഞ്ഞു വെച്ചിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നതെന്നാണ് ഇവിടെ ചോദ്യം. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ്? 5 ഹെർട്സ്, 2000 ഹെർട്സ്, 200 കെ ഹെർട്സ് എന്നാണ് ക്വസ്റ്റ്യനിലെ. 2000 കെ ഹെർട്സ് എന്നാണ്. എന്ത് അറിയാം? 2000 ഹെർട്സ് എന്നറിയാം. 200 കെ ഹെർട്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് 20 കെ ഹെർട്സ് വരെ കേൾക്കാൻ പറ്റത്തുള്ളൂ. 20 കെ ഹെർട്സ്, 20 ഹെർട്സ് മുതൽ 20 കെ ഹെർട്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഈ 5 ഹെർട്സ് എന്ന് പറയുന്നത് 20 ഹെർട്സിൻ്റെ താഴെയാണ്. 200 കെ ഹെർട്സ് എന്ന് പറയുന്നതും 2000 കെ ഹെർട്സ് എന്ന് പറയുന്നതും 20 കെ ഹെർട്സിൻ്റെ വളരെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരേ ഒരു ഉത്തരം 2000 ഹെർട്സ് മാത്രമാണ്. അപ്പോൾ കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഈസി ആയിട്ട് വിത്തിൻ 5 സെക്കൻഡിലോ 6 സെക്കൻഡിലോ നമുക്ക് ആൻസർ ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇനി അടുത്ത പ്രധാനമായിട്ടും ചോദിച്ച് കണ്ട ഒരു ഭാഗമാണ് പോളിമർ. അപ്പോൾ പ്രധാനമായിട്ടും അടുത്ത് കണ്ട ഒരു ഭാഗമാണ് പോളിമർ. പോളിമറിലെ നാച്ചുറൽ പോളിമറിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പോളിമർ എന്താണെന്ന് അറിയണം. പോളിമറിലെ നാച്ചുറലായിട്ട് വരുന്ന പോളിമർ, സിന്തറ്റിക് ആയിട്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന പോളിമേഴ്സ്, അപ്പോൾ എന്താണെന്ന് നമുക്കത് ഒന്ന് വിശകലനം ചെയ്യാം. പോളിമർ എന്നാൽ എന്താണ്? പോളിമർ എന്നത് ഒരു തരത്തിലുള്ളതോ വ്യത്യസ്തമായിട്ടുള്ളതോ ആയ നിരവധി ചെറിയ തന്മാത്രകൾ, മോണോമർ. ആ ചെറിയ തന്മാത്രകളെ അറിയപ്പെടുന്ന പേരാണ് മോണോമർ. ഒരുപാട് ചെറിയ മോണോമറുകൾ ചേർത്ത് വലിയൊരു യൂണിറ്റ് ഉണ്ടാക്കുന്നതിനാണ് പോളിമർ എന്ന് പറയുന്നത്. നമ്മൾ ഈ മാലയൊക്കെ കൊരുക്കില്ലേ, മാല ഒരു നൂലിൽ കൊരുക്കില്ലേ, അതേപോലെ നൂലിൽ കൊരുക്കുന്നതെന്നല്ല ഉദ്ദേശിക്കുന്നത്, വിവിധ രീതിയിൽ വിവിധ ഷേപ്പുകളിൽ ഒരു മോണോമർ അറേഞ്ച് ചെയ്യപ്പെടുന്നതിനെയാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. പരസ്പരം ചേർന്ന് രൂപപ്പെടുന്ന വലിയ തന്മാത്രകളെയാണ്, മോണോമേഴ്സിൽ നിന്നും ഉണ്ടാകുന്ന വലിയ തന്മാത്രകളെയാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. പോളി എന്ന് പറഞ്ഞാൽ പല, മെർ എന്ന് പറഞ്ഞാൽ ഭാഗം. പല ഭാഗങ്ങൾ ചേർന്നുണ്ടാകുന്നതിനെയാണ്, പല ഭാഗങ്ങളിലായിട്ട് ഒരു മോണോമർ ചേർന്നുണ്ടാകുന്നതിനെയാണ് പോളിമേഴ്സ് എന്നറിയപ്പെടുന്നത്. അതിനാൽ നിരവധി ചെറിയ ഘടകങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന വലിയ തന്മാത്ര എന്നാണ് പോളിമറിൻ്റെ അർത്ഥം വരുന്നത്. ഈഥീൻ എന്ന മോണോമർ നിരവധി എണ്ണം ചേർന്നാണ് പോളിത്തീൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പോളിത്തീൻ കവറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോളിത്തീൻ മെറ്റൽ. അപ്പോൾ പോളിത്തീൻ മെറ്റീരിയൽ. അപ്പോൾ പോളിത്തീൻ മെറ്റീരിയലിൽ ഉപയോഗിക്കുന്ന പോളിത്തീൻ എന്ന് പറയുന്നത് അവിടെ ഒരു പോളിമറാണ്. ആ പോളിത്തീനിലുള്ള മോണോമർ ഏതെന്ന് ചോദിച്ചാൽ ഈഥീനാണ്. ഈഥീൻ എന്ന് പറയുന്ന മോണോമർ ഒരുപാട് അറേഞ്ച് ചെയ്ത് ഒരു തരത്തിൽ എത്തുമ്പോഴേക്കും ഒരു ഈഥീനാണ്. പോളിത്തീൻ നമ്മൾ കോമൺ ആയിട്ട് പോളിത്തീൻ എന്ന് പറയും, ഈഥീനാണ്. ഓക്കെ, അടുത്ത് മോണോമർ എന്താണ് മോണോമർ? അപ്പോൾ പോളിമർ എന്താണെന്ന് പഠിച്ചു, ഇനി മോണോമർ എന്താണെന്ന് പഠിക്കാം.
പോളിമർ രൂപപ്പെടാൻ സഹായിക്കുന്ന ചെറിയ ഘടകങ്ങൾ അല്ലെങ്കിൽ ചെറിയ തന്മാത്രകളെ പറയുന്ന പേരാണ് മോണോമർ. പോളിമർ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്ന ചെറിയ രൂപങ്ങളെ, ചെറിയ തന്മാത്രകളെ പറയുന്ന പേരാണ് എന്തോന്ന്? മോണോമേഴ്സ്. അപ്പോൾ പോളിത്തീൻ നമ്മളിപ്പോൾ പറഞ്ഞു അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഈഥീനാണ്. PVC നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പില്ലേ, പൈപ്പിലൊക്കെ PVC പൈപ്പാണ്. അതിലുള്ള വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മോണോമർ ചേർന്നാണ് പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന PVC ഉണ്ടാകുന്നത്. പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന PVC ഉണ്ടാകുന്നത് ഏത് മോണോമറിൽ നിന്നാണ്? വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മോണോമറിൽ നിന്നാണ്. ഇനി അടുത്ത് പോളിസ്റ്റൈറൈൻ എന്ന് പറയുന്ന പോളിമർ ഉണ്ടാകുന്നത് സ്റ്റൈറൈൻ എന്ന് പറയുന്ന മോണോമറിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോളിമേഴ്സിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരുപാട് മോണോമേഴ്സ് ഉണ്ട്. സ്റ്റാർച്ച് ഉണ്ടാകുന്നുണ്ട്, അന്നജം, നമുക്കത് പഠിക്കാനുണ്ട്, സെല്ലുലോസ്. അപ്പോൾ ഇവയെല്ലാം എന്താണ്? പോളിമേഴ്സിന് എക്സാമ്പിളാണ്. അവയ്ക്കെല്ലാം തന്നെ ഒരു മോണോമറുണ്ട്. ഇന്ന സാധനത്തിൽ നിന്നാണ് ഇന്നത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബേസിക് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന് പറയുന്നത്? മോണോമേഴ്സ്. ആ ബേസിക് യൂണിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ പോളിമർ ആകുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അത്രയും തന്നെ അറിഞ്ഞു വെച്ചാൽ അതിൽ വേറെ വലുതായിട്ട് അറിയാനൊന്നുമില്ല. എന്താണ്? നിരവധി മോണോമറുകൾ ചേർന്ന് പോളിമർ രൂപപ്പെടുന്ന ആ പ്രക്രിയയെ, ആ രാസപ്രവർത്തനത്തിനെയാണ് പോളിമറീകരണം അല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷൻ എന്നറിയപ്പെടുന്നത് അതാണ് പോളിമറൈസേഷൻ. അപ്പോൾ നിരവധി മോണോമറുകൾ ചേർന്ന് ഒരു പോളിമർ ഉണ്ടാകുന്ന ആ രാസപ്രവർത്തനത്തെ അറിയപ്പെടുന്ന പേരാണ് പോളിമറൈസേഷൻ. വിനൈൽ ക്ലോറൈഡിൽ നിന്ന് പോളിവിനൈൽ ക്ലോറൈഡ് എന്ന PVC ഉണ്ടാകുന്ന പ്രക്രിയയെ പോളിമറൈസേഷൻ എന്ന് പറയാം. ഈഥീൻ എന്ന മോണോമറിൽ നിന്ന് പോളിത്തീൻ അല്ലെങ്കിൽ പോളിഈഥീൻ ഉണ്ടാകുന്ന ആ പ്രക്രിയയെ നമ്മൾ എന്തോന്ന് പറയും? പോളിമറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു മോണോമർ ചേർന്ന് ഒരു പോളിമർ ഉണ്ടാകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അടുത്ത സ്വാഭാവിക അല്ലെങ്കിൽ നാച്ചുറൽ പോളിമേഴ്സ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പോളിമേഴ്സിനെയാണ് നമുക്ക് സ്വാഭാവിക അല്ലെങ്കിൽ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം ഒന്നാമത്തെയാണ് സെല്ലുലോസ്. സസ്യകോശ ഭിത്തിയുടെ പ്രധാന ഘടകമാണ്. പരുത്തി പരുത്തി മരത്തിൽ എന്നിവയിൽ ധാരാളം കാണപ്പെടുന്നതാണ് എന്തോന്ന്? സെല്ലുലോസ് എന്ന്. പരുത്തി മരത്തിൽ ധാരാളം കാണപ്പെടുന്നത്. ഇപ്പം സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ സസ്യകോശ ഭിത്തിയുടെ പ്രധാന ഘടകം. സസ്യകോശ ഭിത്തിയുടെ പഠിച്ചു വയ്ക്കുന്ന സസ്യകോശ ഭിത്തിയുടെ സെൽ വാളിൻ്റെ പ്രധാന ഘടകമാണ് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു പോളിമറാണ്. ഒരു സ്വാഭാവിക, ഒരു നാച്ചുറൽ പോളിമറാണ് ഏതെന്ന് പറയുന്നത്? സെല്ലുലോസ് എന്ന് പറയുന്നത്. രണ്ടാമതായുള്ളത് സ്റ്റാർച്ചാണ്, അന്നജം. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു പേരാണ് സ്റ്റാർച്ച്. സസ്യങ്ങൾ ഭക്ഷണം സംഭരിക്കുന്ന രൂപമാണ്. സസ്യങ്ങൾ ഭക്ഷണം സംഭരിക്കുന്ന രൂപമാണ് അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ നമ്മൾ കാണപ്പെടുന്നു. ഇതിലെല്ലാം സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഈ അന്നജം അന്നജം എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. ഒരുപാട് മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ഒരു നാച്ചുറൽ പോളിമറാണ് ഏതെന്ന് പറയുന്ന അന്നജം എന്ന് പറയുന്നത്. സ്റ്റാർച്ച് അതെന്തിലൊക്കെ കാണപ്പെടുന്നു? നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് ഇതിലെല്ലാം കാണപ്പെടുന്നതാണ് ഈ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രോട്ടീനാണ്. ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോളിമറാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. മുടി, നഖം, പേശി എന്നിവയിലെ പ്രധാന ഘടകമാണ്. വളർച്ചയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നതും ഒരു പോളിമർ, നാച്ചുറൽ പോളിമറിന് ഉദാഹരണമാണ്. അടുത്തത് DNA. ജനിതക വിവരങ്ങൾ വഹിക്കുന്ന DNA-യും ഒരു പോളിമറിന് ഉദാഹരണമാണ്, നാച്ചുറൽ പോളിമറിന് ഉദാഹരണമാണ്. DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഏതാണ്? അടുത്തത് RNA ആണ്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ സഹായിക്കുന്ന RNA-യും മറ്റൊരു ന്യൂക്ലിക് ആസിഡ്. മറ്റേ DNA എന്ന് പറയുന്നത് ജനിതക ഘടകങ്ങൾ കൈമാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണെങ്കിൽ പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് RNA എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്. അതും എന്തിന് ഉദാഹരണമാണ്? ഒരു സ്വാഭാവിക, ഒരു നാച്ചുറൽ പോളിമറിന് ഉദാഹരണമാണ് RNA. അടുത്തത് പ്രകൃതിദത്ത റബ്ബർ, നാച്ചുറൽ റബ്ബർ.
റബ്ബർ മരത്തിൻ്റെ ലാക്ടസിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്തോന്ന് നാച്ചുറൽ റബ്ബർ. ഈ റബ്ബറും ഒരു നാച്ചുറൽ പോളിമറിന് ഉദാഹരണമാണ്. അപ്പോൾ നാച്ചുറൽ പോളിമറിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത്? സെല്ലുലോസ് പഠിച്ചു, സ്റ്റാർച്ച് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു, DNA പഠിച്ചു, RNA പഠിച്ചു, പ്രകൃതിദത്ത റബ്ബർ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നാച്ചുറൽ, ഇതിൽ സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഇത് ഇത്രയും പഠിച്ചു വയ്ക്കുക, ഉറപ്പായിട്ടും ചോദിക്കും. അടുത്ത ഘട്ടത്തിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് കണക്ക് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അടുത്തത് നാച്ചുറൽ പോളിമേഴ്സിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സെല്ലുലോസ് എവിടെയാണ്? ഉറവിടം എവിടെയാണ്? സസ്യങ്ങളിലാണ്. സ്റ്റാർച്ച് എവിടെയാണ്? സസ്യങ്ങളിൽ തന്നെയാണ്. പ്രോട്ടീൻ ജീവികളിൽ എല്ലാത്തിലുമുണ്ട്. DNA ജീവകോശമാണ്. RNA എന്ന് പറയുന്നത് ജീവകോശമാണ്. നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന റബ്ബർ മരത്തിലാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സോഴ്സസും കാര്യമൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. അടുത്തത് പ്രധാന കൃത്രിമ പോളിമർ, സിന്തറ്റിക് ആയിട്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന പോളിമേഴ്സാണ്. പോളിത്തീൻ കുറച്ച് നേരത്തെ പറഞ്ഞോളൂ. പോളിത്തീൻ എന്തോ ആയിരുന്നു? മോണോമർ ഏതായിരുന്നു? ഈത്തീൻ. ഉപയോഗങ്ങൾ: കവർ ഉണ്ടാക്കുക, പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ എന്നിവയുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് പോളിത്തീൻ. അതിൻ്റെ മോണോമർ ഏതാണ്? ഈഥീൻ. പോളിത്തീൻ, ഈഥീൻ. ഉപയോഗങ്ങൾ: കവറുകൾ, പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ എന്നിവയുടെ നിർമ്മാണത്തിന്. അടുത്ത PVC, പോളി വിനൈൽ ക്ലോറൈഡ്. അതിൽ തന്നെ ഉണ്ട് മോണോമർ. ആരാണ്? വിനൈൽ ക്ലോറൈഡാണ് മോണോമർ. ഉപയോഗം: വെള്ളത്തിൻ്റെ പൈപ്പ്, പിന്നെ വയറുകളുടെ ഇൻസുലിനായിട്ട്, പിന്നെ വാതിലുകൾ, PVC ഡോഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? PVC ഡോഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇവയിലെല്ലാം ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന PVC ആണ് കേട്ടോ. അപ്പോൾ PVCയിലെ മോണോമർ ഏതാണ്? വിനൈൽ ക്ലോറൈഡാണ് PVCയിലെ മോണോമർ. അടുത്ത മൂന്നാമത് പോളിസ്റ്റെറീനാണ്. പോളിസ്റ്റെറീൻ്റെ ഉപയോഗങ്ങൾ: സ്റ്റെറീൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അതിൻ്റെ മോണോമർ. ഉപയോഗങ്ങൾ പഠിച്ചു വയ്ക്കുക. തെർമോക്കോള്, പാക്കിംഗ് മെറ്റീരിയൽസ് എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി പോളിസ്റ്റെറീൻ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നൈലോൺ നമ്മൾ കേട്ടിട്ടുണ്ട്. നൈലോൺ തുണി എന്ന് കേട്ടിട്ടില്ലേ? നൈലോൺ തുണി. അപ്പോൾ ഉപയോഗങ്ങൾ: കയർ നിർമ്മാണം, മീൻ വല, ബ്രഷ്, തുണി എന്നിവയിൽ കാണുന്ന പോളിമറാണ് നൈലോൺ കയർ കണ്ടിട്ടുണ്ട് നമ്മൾ. കുറച്ച് പ്ലാസ്റ്റിക് ടച്ചുള്ള കയറാണ് നൈലോൺ കയർ. മീൻ വല, പിന്നെ ബ്രഷ്, പിന്നെ തുണി. നൈലോൺ തുണികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നൈലോൺ തുണി, പിന്നെ തുണിയുടെ കയർ വ്യവസായം, കയറിൻ്റെ നിർമ്മാണം. നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സിൽ നിന്ന് മാത്രമല്ല, ഇങ്ങനത്തെ സിന്തറ്റിക് ഫൈബേഴ്സിൽ നിന്നും കയറുകൾ ഉണ്ടാക്കാറുണ്ട്. നാച്ചുറലായിട്ട് കോട്ടൺ, വൂള്, ജൂട്ട് ഇതിൽ നിന്ന് മാത്രമല്ല തുണികൾ നിർമ്മിക്കുന്നത്. അല്ലാതെ എന്തിലൊക്കെ നിന്ന് നിർമ്മിക്കാറുണ്ട്? ഇതേപോലെ സിന്തറ്റിക് നൈലോൺ, റയോൺ, അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ നിന്ന്, അങ്ങനത്തെ സിന്തറ്റിക് ഫൈബേഴ്സിൽ നിന്നും എന്തുണ്ടാക്കാറുണ്ട്? തുണികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സിന്തറ്റിക് ഫൈബറാണ്, ഒരു സിന്തറ്റിക് പോളിമറാണ് ഏതെന്ന് പറയുന്നത്? നൈലോൺ. അപ്പോൾ നൈലോണിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ടെഫ്ലോൺ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ടെഫ്ലോൺ കോട്ടിംഗ് അതൊരു എന്തിൻ്റെ ഉദാഹരണമാണ്? നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ ടെഫ്ലോൺ കോട്ടിംഗ് എന്തിൻ്റെ ഉദാഹരണമാണ്? ഒരു പോളിമറിൻ്റെ ഉദാഹരണമാണ്. ഒരു പോളിമറിന് ഉദാഹരണമാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ ടെഫ്ലോൺ കോട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത ബാക്കലൈറ്റ് എന്ന് പറയുന്നത് സ്വിച്ച്, പ്ലഗ്, വൈദ്യുത ഉപകരണങ്ങൾ. നമ്മൾ കാണുന്ന സ്വിച്ച്, പ്ലഗ്, വൈദ്യുത ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ബാക്കലൈറ്റ് അതൊരു സിന്തറ്റിക് പോളിമറിന് ഉദാഹരണമാണ്. ഇതെല്ലാം പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇത് ബാക്കലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. സിന്തറ്റിക് പോളിമറായ ബാക്കലൈറ്റ് ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കുന്നു? അല്ലെങ്കിൽ സ്വിച്ച്, പ്ലഗ്, സ്വിച്ചിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സിന്തറ്റിക് പോളിമർ ഏതാണ്? ബാക്കലൈറ്റാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം വേറെ ഏതെങ്കിലും ആണെന്ന്, പക്ഷെ ബാക്കലൈറ്റ് ആണ് കേട്ടോ. ശരി. അടുത്ത് പോളിസ്റ്റെറീൻ നേരത്തെ കേട്ടു, അതല്ല, ഇത് വേറെയാണ്. ഇത് പോളിസ്റ്റർ അതിൻ്റെ ഉപയോഗങ്ങൾ: വസ്ത്രനിർമ്മാണം, PET കുപ്പികൾ. അപ്പോൾ എന്താണ് PET കുപ്പികൾ? PET കുപ്പികൾ. അപ്പോൾ പോളിസ്റ്റർ രണ്ട് രീതിയിൽ രണ്ട് കാര്യങ്ങൾക്ക്
പോളിസ്റ്റർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. വസ്ത്രനിർമ്മാണവും PET കുപ്പികൾ. PET കുപ്പികൾ എന്ന് പറയുന്നത് പോളി എത്തിലീൻ ടെറാഫെത്തലൈറ്റ് കുപ്പികളാണ്. അപ്പോൾ ഇവയെന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇല്ല, ഇത് PET കുപ്പികൾ നല്ലതാണ്, ഒരു പരിധിവരെയൊക്കെ നല്ലതാണ്. പക്ഷേ അതിനും അതിൻ്റേതായ മോശവശങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പോളിസ്റ്റർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മാത്രമല്ല PET കുപ്പികളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെ കണ്ടിട്ടില്ല, അതെല്ലാം ഉപയോഗിക്കുന്ന പോളിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പോളിമേഴ്സിൻ്റെ കാര്യവും പറഞ്ഞു, സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സിൻ്റെ കാര്യവും പറഞ്ഞു. ഇനി അടുത്ത് സിന്തറ്റിക് ആയിട്ടുള്ള പോളിമറിൻ്റെ ഉപയോഗം. അപ്പോൾ ഓരോ സിന്തറ്റിക് ആയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള പോളിത്തീൻ പ്ലാസ്റ്റിക് ബാഗുകളുടെ നിർമ്മാണം, PVC പൈപ്പുകളുടെ നിർമ്മാണം, നൈലോൺ മീൻവല അങ്ങനെ തുണികളുടെ നിർമ്മാണം, പോളിസ്റ്റർ വസ്ത്രമാണ് കൂടുതലായിട്ട്, ബാക്കലൈറ്റ് സ്വിച്ച്, ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, പോളിസ്റ്റീറീൻ തെർമോകോൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരം നിർമ്മാണ മേഖലകളിലാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ളതായ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതായിരുന്നാലും സിന്തറ്റിക് ആയിട്ടുള്ളതായിരുന്നാലും പോളിമേഴ്സിൻ്റെ ഉപയോഗം. ഇനി പ്രകൃതിദത്തമായിട്ടുള്ളതും കൃത്രിമമായിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിലുള്ള മെയിൻ വ്യത്യാസങ്ങളാണ് പ്രകൃതിദത്ത പോളിമറിൽ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതാണ് പ്രകൃതിദത്ത പോളിമറുകൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതാണ്. മറ്റത് മനുഷ്യനിർമ്മിതമാണ്. ഇത് പ്രകൃതിദത്ത ജൈവമായി വിഘടിക്കും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പോളിമറിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടു. ആ സമയം ഇതിനെ ബാക്ടീരിയകൾ വിഘടിച്ച് വളരെ ചെറിയ യൂണിറ്റുകൾ ആക്കാൻ സാധിക്കും. സെല്ലുലോസ്, പ്രോട്ടീൻ. അടുത്ത ഇതിൽ പലതും ജൈവികമായി വിഘടിക്കാത്തവയാണ്. പൊതുവേ നമ്മൾ കണ്ടിട്ടില്ലേ, പ്ലാസ്റ്റിക് കവറുകൾ വർഷങ്ങളോളം കിടന്നാലും അത് വിഘടിക്കാറില്ല. അപ്പോൾ PVC, നൈലോൺ, ബാക്കലൈറ്റ് എന്നിവ പോലുള്ള വിഘടിക്കില്ല എന്നല്ല, പക്ഷേ അതിൽ വിഘടിക്കാത്തവയുണ്ട്. പൈപ്പുകളൊക്കെ വളരെ സാവധാനേ ചെയ്യത്തുള്ളൂ. പിന്നെ ഇത് ഒട്ടും തന്നെയില്ല, പ്ലാസ്റ്റിക് കവറുകൾ ഒട്ടും തന്നെയില്ല. ഇപ്പോൾ ജൈവികമായിട്ടുള്ള വിഘടനം തീരെ ഇല്ലാത്തവയാണ് കൃത്രിമ പോളിമറുകൾ. ജൈവികമായിട്ട് വിഘടിക്കുന്നവയാണ് പ്രകൃതിദത്ത പോളിമറുകൾ. അതാണ് വ്യത്യാസം. ഇനി പ്ലാസ്റ്റിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജൈവികമായിട്ടുള്ള വിഘടനം നടക്കാത്തപ്പോൾ സംസാരിക്കേണ്ട പ്രധാന വിഷയങ്ങളിലൊന്നാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന പ്രധാനമായിട്ടും ഒരു കൃത്രിമ പോളിമറാണ്, നമുക്കറിയാം. അപ്പോൾ സവിശേഷതകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഭാരക്കുറവൊന്ന്, ശക്തി വളരെ കൂടുതലാണ്. ഭാരക്കുറവും ശക്തി കൂടുതലുമുള്ള ഉൽപ്പന്നങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിനെ നിലനിർത്താം. വെള്ളം ആഗിരണം ചെയ്യില്ല, അകത്തോട്ട് വലിച്ചെടുക്കില്ല, വെള്ളം ആഗിരണം ചെയ്യില്ല, തുരുമ്പിക്കില്ല, വൈദ്യുതിയുടെ മോശം ചാലകവുമാണ്. ഇത്രയും നല്ല അഡ്വാൻറ്റേജസ് ഇത്രയും നല്ലത് നിൽക്കുന്നുകൊണ്ടാണ് ഇന്നും പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ഭാരക്കുറവ്, ശക്തി കൂടുതൽ, വെള്ളം ആഗിരണം ചെയ്യുന്നില്ല, തുരുമ്പിക്കുന്നില്ല, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് മോശം വശങ്ങളും ഉറപ്പായിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ മോശം വശങ്ങൾ ജൈവികമായി വേഗത്തിൽ വിഘടിക്കില്ല, വിഘടനം വളരെ കുറവാണ്. എന്ന് വെച്ചാൽ വേഗത്തിൽ വിഘടിക്കില്ല, അത് വിഘടിച്ച് പോകില്ല, അത് നമുക്ക് പൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കത്തുള്ളൂ. പരിസ്ഥിതി മലിനീകരണം, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത്. അടുത്ത മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറയുന്നു, അല്ലേ? അതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും. ഇതിങ്ങനെ ഡംപ് ചെയ്യുമ്പോഴത്തേക്കും ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും. പിന്നെ ജലാശയങ്ങൾ മലിനമാകുന്നു. പ്ലാസ്റ്റിക് കവറുകളും അതിൽ വേസ്റ്റുകളും മറ്റും കൊണ്ട് നമ്മൾ ജലാശയങ്ങളിൽ തള്ളുന്നത് ഒരുപാട് കാണുന്നുണ്ട്, ഒരുപാട് ന്യൂസുകളിൽ കാണുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തെ പറ്റി സത്യം പറഞ്ഞാൽ ആരും ചിന്തിക്കുന്നില്ല. അടുത്ത മൃഗങ്ങൾക്ക് ദോഷം. ഇത് ഉള്ളിലോട്ട് പോയിട്ട് നമ്മുടെ ഡക്റ്റിലും മറ്റുമൊക്കെ കുരുങ്ങിയിരുന്നിട്ട് പശുക്കൾക്കും അങ്ങനെ ഗ്രേസിങ് ചെയ്യുന്ന മേയുന്ന ജീവികളില്ലേ, അവയ്ക്കൊക്കെ ഇത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കടൽ ജീവികൾക്ക് അവയുടെ
ഗിൽസിലും മറ്റും ഒട്ടിപ്പിടിച്ച് അവയ്ക്ക് ശ്വസിക്കാനും മറ്റും കഴിയാതെ അവയുടെ നാശത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇത്തരം പ്ലാസ്റ്റിക് ഇങ്ങനെ കുന്നുകൂടുന്നത് ഒരുപാട് പരിസ്ഥിതി മലിനീകരണവും മറ്റുള്ള ജീവികളുടെ മരണത്തിന് വരെ എത്തിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. ചെറിയ തോതിൽ ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കും ദോഷകരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നതാണ് 3Rs എന്ന് പറയുന്നത്. 3R പ്രിൻസിപ്പിൾ: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക, റീയൂസ് വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക, റീസൈക്കിൾ പുനരുപയോഗത്തിന് സംസ്കരിക്കുക. ഇങ്ങനെ 3 രീതിയിൽ നമുക്കിപ്പോൾ വീട്ടിലൊക്കെ വന്ന് കളക്ട് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട്. വേസ്റ്റുകൾ മറ്റ് ഹരിതകർമ്മസേനയും മറ്റുമൊക്കെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് പോകാറുണ്ട് ഇപ്പോൾ വീടുകളിൽ, പഞ്ചായത്തിൽ. അപ്പോൾ ഈ 3Rsൽ കൂടെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. 3Rs എന്ന് വെച്ചാൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നാണ്. റീയൂസ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗിക്കുക എന്ന് വെച്ചാൽ വീണ്ടും ഉപയോഗിക്കുക. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ പുനരുപയോഗിക്കാൻ, ഇപ്പോൾ ഒരു കവറിനെ മറ്റൊരു വസ്തുവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ അങ്ങനെ സംസ്കരിക്കുക. ഇതാണ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് സംഗ്രമ രൂപത്തിലേക്ക് അതിനൊന്ന് മാറ്റാം. പോളിമർ എന്ന് പറയുന്നത് വലിയ തന്മാത്ര, മോണോമർ എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയ തന്മാത്ര എന്ന് പറയാം. പോളിമറൈസേഷൻ എന്ന് പറയുന്ന മോണോമറുകൾ ചേർന്ന് പോളിമർ ഉണ്ടാകുന്ന പ്രക്രിയ. സെല്ലുലോസ് സസ്യകോശ ഭിത്തിയിലാണ് കാണപ്പെടുന്നത്. സ്റ്റാർച്ച് സസ്യങ്ങളുടെ ഭക്ഷണ സംഭരണമാണ്. പ്രോട്ടീൻ എന്ന് പറയുന്ന അമിനോ ആസിഡുകളുടെ ഒരു പോളിമറാണ്. അടുത്ത നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് നാച്ചുറൽ ലാറ്റക്സിൽ നിന്നുണ്ടാകുന്നത്. നൈലോൺ എന്ന് പറയുന്നത് ആദ്യത്തെ പൂർണ്ണമായ കൃത്രിമ നാര് എന്നറിയപ്പെടുന്നതാണ് നൈലോൺ. ആദ്യത്തെ ബാക്കലൈറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ബാക്കലൈറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒറ്റ വാക്ക് ഉത്തരങ്ങളാണ്. നൈലോൺ എന്ന് പറയുന്ന ആദ്യത്തെ പൂർണ്ണ കൃത്രിമ നാര്, ബാക്കലൈറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്. അടുത്ത PVC എന്ന് പറയുന്ന പൈപ്പുകൾ, വയറിൻ്റെ കവചം എന്നിവ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് PVC ആണ്. അടുത്ത ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ബാക്കലൈറ്റും ആദ്യത്തെ പൂർണ്ണ കൃത്രിമ നാരെന്ന് പറയുന്നത് നൈലോണുമാണ്. ഓക്കെ, അടുത്ത കുറച്ച് ചോദ്യങ്ങൾ, ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാം, ഒന്ന് പരിചയപ്പെടാം. നിരവധി മോണോമറുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലിയ തന്മാത്ര പോളിമർ നിർമ്മിക്കപ്പെടുന്ന ചെറിയ ഘടകങ്ങൾ മോണോമർ. സസ്യകോശ ഭിത്തിയുടെ പ്രധാന ഘടകം ആയ പോളിമർ എന്ന് ചോദിക്കാം, അതാണ് സെല്ലുലോസ്. അടുത്ത് പ്രകൃതിദത്ത റബ്ബറിൽ നിന്ന് ലഭിക്കുന്ന റബ്ബർ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ലാറ്റക്സിൽ നിന്നാണ്. ആദ്യത്തെ പൂർണ്ണ കൃത്രിമ നാര് ഏതാണ്? നൈലോൺ. ആദ്യത്തെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ്? ബാക്കലൈറ്റ്. ജലപൈപ്പുകൾ നിർമ്മിക്കാൻ പ്രധാനമായി ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ്? PVC. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? ടെഫ്ലോൺ. അമിനോ ആസിഡുകൾ രൂപം കൊള്ളുന്ന പോളിമർ പ്രോട്ടീൻ. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന തത്വം 3Rs: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറയുന്ന തത്വമാണ്. ഓക്കെ, അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നാണ്. അയിര് ഏതാണെന്ന് അറിയണം. അപ്പം അയിരുകൾ ഓഴ്സ് എന്താണെന്ന് അറിയണം. ഓഴ്സ് എന്ന് ഇംഗ്ലീഷിൽ ഓഴ്സ് എന്ന് പറയുന്നവയാണ് അയിരുകൾ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഓഴ്സ് എന്നറിയപ്പെടുന്നതാണ് അയിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയിരുകൾ വിവിധ തരത്തിലുണ്ട്. ഓരോ എലമെൻസിനും ഓരോ അയിരുകളാണ്. അത് അറിയപ്പെടുന്ന പേരുകളും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എന്താണ് അയിരുകൾ എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആദ്യം അയിരെന്താണ്? ഒരു ലോഹം സാമ്പത്തികമായി വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന ധാതുവിനെയാണ് അയിരെന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമുക്കതിനെ സാമ്പത്തികമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ ഓഴ്സ് എന്നറിയപ്പെടുന്നത്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരല്ല. മിനറൽസ് എല്ലാ മിനറൽസും ഇപ്പം ഈ ചിലതിൽ വളരെ കുറച്ച് അളവിലേ കാണത്തുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് നമുക്ക് യാതൊരു ഉപയോഗമില്ല, നമുക്ക് കൈനഷ്ടം വരത്തേ ഉള്ളൂ. പക്ഷെ ചില മിനറൽസിൽ നിന്നും ചില ധാതുക്കളിൽ നിന്നും നമുക്ക് അതിൻ്റെ വളരെ ലാഭകരമായിട്ട് നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. അത്തരം ധാതുക്കളെ അറിയപ്പെടുന്ന പേരാണ് ഓഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഴ്സ് ഓരോ ലോഹത്തിനും ഓരോ പേരിലാണ് അവ അറിയപ്പെടുന്നത്. എല്ലാത്തിനും ഒരേപോലെയല്ല.
പ്രകൃതിയിൽ കാണപ്പെടുന്ന അജൈവ പദാർത്ഥമാണ് ധാതു. ഇപ്പോൾ ധാതുവും ഓൾസും എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ ആദ്യം ഉണ്ടാക്കി വയ്ക്കുക. ധാതു എന്ന് പറയുന്നത്, മിനറൽസ് എന്ന് പറയുന്നത് അവ പ്രകൃതിയിൽ കാണപ്പെടുന്ന അജൈവ ഘടകം അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ. ഇപ്പം എല്ലാ സാധനങ്ങളും ഒരു കോമ്പിനേഷൻ പോലെ പ്രകൃതിയിൽ കാണപ്പെടും. പക്ഷേ ഈ ധാതുക്കളിൽ ലോഹം ലാഭകരമായി എടുക്കാൻ കഴിയുന്ന ധാതു, ഈ ധാതുക്കളിൽ നിന്ന് നമുക്ക് ലോഹം എങ്ങനെ ലാഭകരമായി വേർതിരിച്ചെടുക്കാം, അത്തരം ധാതുക്കളെ വിളിക്കുന്ന പേരാണ് ഓർ അല്ലെങ്കിൽ അയിര് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നത് എല്ലാം മിനറൽസ് ആണ്, കോമൺ ആയിട്ട് മിനറൽസ് കാണാൻ പറ്റും. പക്ഷേ ഓട്സ് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റത്തില്ല, നമുക്ക് അത് വളരെ റെയറാണ്. നമുക്ക് എല്ലായിടത്തും മിനറൽസ് കാണാൻ പറ്റും, പക്ഷേ ഓട്സ് എല്ലായിടത്തും കാണാൻ പറ്റില്ല. അതിന് ഖനനം എല്ലാ സ്ഥലങ്ങളിലും ഖനനം നടക്കാത്തത് അതുകൊണ്ടാണ്. ഖനനം നടക്കുന്ന അതിൻ്റെ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഖനനം നടക്കുന്നത്. അപ്പോൾ അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി പ്രധാന ലോഹങ്ങളും അവയുടെ അയിരുകളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ലോഹം ആദ്യത്തെ ലോഹം അലുമിനിയം എന്ന് പറയുന്ന ലോഹം, അതിൻ്റെ ഏറ്റവും പ്രധാന അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ബോക്സൈറ്റിൻ്റെ രാസസൂത്രവും പഠിച്ചു വയ്ക്കുക. Al2O3.2H2O. ഇത് ചോദിക്കാം, ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ അലുമിനിയത്തിൻ്റെ പ്രധാന അയിരാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ബോക്സൈറ്റ്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്? അലുമിനിയത്തിൻ്റെയാണ്. അതിൻ്റെ രാസസൂത്രവും പഠിച്ചു വയ്ക്കുക. Al2O3.2H2O. അടുത്ത ഇരുമ്പെന്ന് പറയുന്നത് ഇരുമ്പെന്ന് പറയുന്നത് ലോഹത്തിൻ്റെ അയിര്, ഏറ്റവും പ്രധാനപ്പെട്ട അയിര് ഹെമറ്റൈറ്റാണ്. ഹെമറ്റൈറ്റിൻ്റെ രാസസൂത്രം F2O3 എന്നാണ്. F2O3. അടുത്തത് ഇരുമ്പിൻ്റെ തന്നെ മറ്റൊരു പ്രധാന അയിരാണ് മാഗ്നറ്റൈറ്റ്. ഏറ്റവും പ്രധാനം ഹെമറ്റൈറ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റൈറ്റിൻ്റെ രാസസൂത്രം F3O4. കണ്ട വ്യത്യാസം കണ്ട, രണ്ടിലും ഓരോന്ന് കൂടി. ഹെമറ്റൈറ്റ് F2O3 ആയിരുന്നു, മാഗ്നറ്റൈറ്റിലോട്ട് വരുമ്പോൾ F3O4 ആണ്. അടുത്തത് ചെമ്പ്, കോപ്പറിൻ്റെ അത് കോപ്പർ പൈറൈറ്റ്, ആ പേരിൽ തന്നെ കിട്ടും, കോപ്പർ പൈറൈറ്റ്. CuFeS2. അതിലേതൊക്കെയുണ്ട്? കോപ്പറുണ്ട്, അയണുണ്ട്, സൾഫറുണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഒരു സംയുക്തമാണ് കോപ്പർ പൈറൈറ്റ് എന്ന് പറയുന്നത്. കോപ്പർ പൈറൈറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ ചോദിക്കാം. കോപ്പറുണ്ട്, അയണുണ്ട്, സൾഫറുണ്ട്. അപ്പോൾ 4 പറഞ്ഞു. അലുമിനിയം ബോക്സൈറ്റ് Al2O3.2H2O. അടുത്ത് ഇരുമ്പ് ഹെമറ്റൈറ്റ് F2O3. അടുത്ത് ഇരുമ്പിൻ്റെ തന്നെ മറ്റൊരു ലോഹമാണ് മാഗ്നറ്റൈറ്റ്, അത് F3O4. അടുത്ത ചെമ്പ് കോപ്പർ പൈറൈറ്റ്, അതിലേതൊക്കെയുണ്ട്? കോപ്പറുണ്ട്, Fe, അയണുണ്ട്, S2, സൾഫറുണ്ട്. അടുത്ത സിങ്ക്. നമ്മൾ ക്വസ്റ്റ്യൻ വന്നില്ലേ, കലാമിൻ ഏതിൻ്റെ അയിരെന്നായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നത്. കലാമിൻ ഏതിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ട ക്വസ്റ്റ്യനും കലാമിൻ്റെ രാസസൂത്രം ഏതാണ്? ZnCO3 ആണ്. വേറെ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ മറ്റൊരു ഇതാണ് സിങ്ക് ബ്ലെൻഡ്, അതിൻ്റെ ZnS ആണ്. അപ്പോൾ അത് കലാമിൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആണ് സിങ്ക്. അപ്പോൾ സിങ്കിൻ്റെ അയിരാണ് കലാമിനും സിങ്ക് ബ്ലെൻഡും. അതിൽ സിങ്ക് ബ്ലെൻഡ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടും, കലാമിൻ പക്ഷേ കിട്ടണമെന്ന് നിർബന്ധമില്ല. കലാമിനെ അറിയാമെന്നുള്ളവർക്ക് കിട്ടും, പക്ഷെ വായിക്കാത്ത ഒരാളാണെങ്കിൽ കലാമിൻ ഏതിൻ്റെയാണെന്ന് അവിടെ കൺഫ്യൂഷൻ വരും. സിങ്ക് ബ്ലെൻഡൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ടും എഴുതും സിങ്കിൻ്റെ ആണെന്ന്. പക്ഷേ സിങ്ക് ബ്ലെൻഡ് ചോദിക്കാൻ സാധ്യത, സിങ്ക് ബ്ലെൻഡിൻ്റെ രാസസൂത്രമായിരിക്കും ചോദിക്കാൻ സാധ്യത. ZnS ആണ്. സിങ്കും സൾഫറും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത്. അടുത്ത സിങ്കിൻ്റെ മറ്റൊരു ഇതാണ് കലാമിൻ എന്നത് സിങ്ക് കാർബണേറ്റ് ആണ്, ZnCO3 ആണ്. അടുത്ത ഈയം എന്ന് പറയുന്നത് ഏതാണ്? ലെഡിനെയാണ് ഈയം എന്ന് പറയുന്നത്. ഈയത്തിൻ്റെ അത് ഗലീന PbS. അതിൽ ലെഡും ഉണ്ട്, ഏതുമുണ്ട്? സൾഫറും ഉണ്ട്. അടുത്തത് ടിന്നാണ്. ടിന്നിൻ്റെ അത് കാസറ്ററൈറ്റ് ആണ്, SnO2. അടുത്ത മെർക്കുറിയിലെ സിന്നബാർ എന്നാണ്, സിന്നബാർ HgS എന്നാണ്. അടുത്തത് വെള്ളിയുടേത് അർജൻറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയല്ല, അർജൻറ്റൈറ്റ് Ag2S. കാരണം വെള്ളി എന്നല്ല അറിയപ്പെടുന്നത്, അതറിയാലോ. ശരി. സ്വർണം നേറ്റീവ് ഗോൾഡ്
നേറ്റീവ് ഗോൾഡ് അതൊരു കോമ്പൗണ്ട് രൂപത്തിലൊന്നുമല്ല നിൽക്കുന്നത്, സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ സോഡിയം, റോക്ക് സാൾട്ട് NaCl, പിന്നെ ഉള്ളത് പൊട്ടാസ്യം ശിശവേറ്റ് KCl. ഇത് റോക്ക് സാൾട്ട് എന്നറിയാം, ഇത് ശിശവൈറ്റ് എന്നറിയപ്പെടും. പിന്നെ അടുത്തിട്ട് മഗ്നീഷ്യം, മാഗ്നസൈറ്റ് MgCO3, പിന്നെ കാൽസ്യം, ലൈംസ്റ്റോൺ CaCO3. ഇതെല്ലാം പഠിക്കണമെന്നില്ല, പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് കാൽസ്യം പഠിക്കണം, ലൈംസ്റ്റോൺ ആണ് CaCO3. പിന്നെ മഗ്നീഷ്യം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ഈയത്തിൻ്റെ അത് പഠിക്കണം, ഗലീന എന്നുള്ളത്. പിന്നെ സിങ്കിൻ്റെ രണ്ടും പഠിക്കണം. ഇതിൻ്റെ രാസസൂത്രവും കൂടെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ. ഇത് വെറുതെ നോക്കിയിട്ട് പോകുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ പേര് കിട്ടുമായിരിക്കും, ഏതിൻ്റെ ആണെന്നും കിട്ടുമായിരിക്കും, പക്ഷേ രാസസൂത്രമായിരിക്കും ചിലപ്പോൾ പേര്. കോപ്പർ പൈറൈറ്റ് എന്ന് പറയുമ്പോൾ കോപ്പറിൻ്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അവിടെ ചോദിക്കുന്ന രാസസൂത്രമായിരിക്കും. CuFeS2 എന്ന് പറയുന്ന ആ കോമ്പൗണ്ട് അറിഞ്ഞുകൂടാ എങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈയത്തിൻ്റെ ഗലീനയുടെ രാസസൂത്രം PbS ആണെന്ന് അറിയണം. അപ്പോൾ അതേപോലെ തന്നെ ലൈംസ്റ്റോണിൻ്റെ രാസസൂത്രം CaCO3 ആണെന്ന് അറിയണം, കാൽഷ്യം കാർബണേറ്റ് ആണെന്ന് അറിയണം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വച്ചാലേ, രാസസൂത്രം കൂടെ അറിഞ്ഞു വെച്ചാലേ, ഇപ്പോൾ അയിര് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വിധം എളുപ്പമാണ്. വായിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 വട്ടം വായിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ രാസസൂത്രവും കൂടെ നമ്മൾ എന്തായിരുന്നാലും കെമിക്കൽ ഫോർമുലയും കൂടെ എന്തായിരുന്നാലും വായിച്ചു വയ്ക്കാം. ഇനി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉപയോഗങ്ങളിലും ഓരോ ലോഹങ്ങളും അതിൻ്റെ അയിരുകളും ഉപയോഗങ്ങളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് നോക്കിയിട്ട് വരാം. അലുമിനിയം പ്രധാന അയിരാണ്, ബോക്സൈറ്റ് നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു. ഉപയോഗങ്ങൾ: വിമാന നിർമ്മാണം, പാത്രങ്ങളുടെ നിർമ്മാണം, വൈദ്യുത കമ്പികളുടെ നിർമ്മാണം. ഇതിനെല്ലാത്തിനും എന്തുപയോഗിക്കാറുണ്ട്? അലുമിനിയം. അലുമിനിയത്തിൻ്റെ പ്രധാന അയിരാണ്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു? ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ബോക്സൈറ്റ്. അത് പഠിച്ച് തന്നെ വയ്ക്കുക. അത് രണ്ടാമത്തേത് ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ അയിരുകൾ 2 എണ്ണമുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു 2 പ്രധാന അയിരുകളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ പ്രധാന അയിരുകൾ? ഒന്ന് ഹെമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റിൻ്റെത് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4. ഏറ്റവും പ്രധാന ഇരുമ്പയിരാണ് ഹെമറ്റൈറ്റ്. ചെമ്പ് അടുത്ത മൂന്നാമത്തത് ചെമ്പ്. പ്രധാന അയിര് കോപ്പർ പൈറൈറ്റ്. എന്തായിരുന്നു രാസസൂത്രം? CuFeS2. അതായിരുന്നു കോപ്പർ പൈറൈറ്റിൻ്റെ രാസസൂത്രം. ഉപയോഗം: വൈദ്യുത കമ്പികൾ, നാണയങ്ങൾ എന്നിവയുടെ നിർമ്മാണം. വൈദ്യുത കമ്പികൾ, നാണയം എന്നിവയുടെ നിർമ്മാണമാണ്. അടുത്ത നാലാമത്തത് സിങ്കാണ്. സിങ്കിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. സിങ്കിൻ്റെ എന്തായിരുന്നു? സിങ്ക് ബ്ലൻഡും സിങ്ക് ബ്ലൻഡും കലാമൈനും. അടുത്ത ലെഡിൻ്റെത് ഗലീനയാണ്. ഗലീനയുടെ രാസസൂത്രം എങ്ങനെയായിരുന്നു? PbS എന്നായിരുന്നു. അടുത്ത അതിൻ്റെ ഉപയോഗം: ബാറ്ററി, ലെഡ് ബാറ്ററീസ് ഉണ്ട്. പിന്നെ വികിരണ പ്രതിരോധം. വികിരണം എന്ന് പറയുന്നത് അപ്പോൾ റേഡിയേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ പ്രതിരോധം, റേഡിയേഷൻസിനെ പ്രതിരോധിക്കുന്ന ഒരു എലമെൻ്റ്, ഒരു ലോഹമാണ് ലെഡ് എന്ന് പറയുന്നത്. അപ്പം വികിരണ പ്രതിരോധമായിട്ടും മാത്രമല്ല ബാറ്ററികളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കാറുണ്ട്? ലെഡ്, ഉപയോഗിക്കാറുണ്ട്. അടുത്ത ടിന്ന്. പ്രധാന അയിര് കാസിറ്ററൈറ്റ്. അത് അയിര് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി, രാസസൂത്രം പഠിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അയിര് പഠിക്കണം. ടിന്ന് കാസിറ്ററൈറ്റ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. മെർക്കുറി പ്രധാന അയിര് സിന്നബാർ ആണെന്ന് പഠിക്കുക. സിന്നബാറാണ് മെർക്കുറിയുടെ പ്രധാന അയിര്. സിന്നബാറിൻ്റെ രാസസൂത്രം എങ്ങനെയായിരുന്നു? HgS എന്നായിരുന്നു. അത് പഠിച്ചു വയ്ക്കണം. HgS എന്നാണ് സിന്നബാറിൻ്റെ രാസസൂത്രം, HgS. അടുത്തത് മെർക്കുറി ഒരു പോയിന്റ് പോലെ തന്നിരിക്കുന്നതാണ്. മെർക്കുറി ഒരു ദ്രാവക ലോഹമാണ്. കാരണം അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എന്തായിട്ടാണ്? ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഒരു ദ്രാവക ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. വെള്ളിയുടേത് അർജൻറ്റൈൻ വെള്ളിയുടേത്. പിന്നെ സ്വർണത്തിൻ്റെത് നേറ്റീവ് ഗോൾഡ്, AU എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. നേറ്റീവ് ഗോൾഡ് പ്രകൃതി സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ വിലയും സ്വർണത്തിനാണ്. എന്ത് ചെയ്യാൻ, പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ പ്രധാന കുറച്ച് ഉപയോഗങ്ങൾ നമ്മളിപ്പം ഇത്രയും നേരം പറഞ്ഞതിൽ ഈ ലോഹങ്ങളുടെ കുറച്ച് ഉപയോഗം, അയിരുകളുടെ കൂടെ തന്നെ നമുക്ക് ഒന്ന് ഉപയോഗങ്ങളും കൂടെ ഒന്ന് പോയി നോക്കിപ്പോ. കാരണം ചോദിച്ചാൽ അലുമിനിയത്തിൻ്റെത് വിമാനത്തിൻ്റെ നിർമ്മാണം, പാത്രങ്ങളുടെ നിർമ്മാണം. ഇരുമ്പിൻ്റെത് കെട്ടിട നിർമ്മാണങ്ങൾക്ക്. ചെമ്പെന്ന് പറയുന്ന
വൈദ്യുതി കയറല്ല, വൈദ്യുതി കമ്പികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സിങ്ക് എന്ന് പറയുന്നത് ഗാൽവനൈസിങ് എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പ് കമ്പികളും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ പെട്ടെന്ന് തുരുമ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് പുറത്ത് ഒരു കോട്ടിങ് നിർമ്മിക്കും. അപ്പോൾ ഗാൽവനൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഗാൽവനൈസിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിങ്ക്. പിന്നെ ഉള്ളത് ഇഎം ബാറ്ററി, ലെഡ് എന്ന് പറയുന്ന ബാറ്ററിയുടെ നിർമ്മാണത്തിനും വികിരണ പ്രതിരോധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ടിൻ എന്ന് പറയുന്നത് ടിൻ പൂഷൻ അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ മെർക്കുറി എന്ന് പറയുന്ന താപമാപിനി നമ്മൾ ഈ തെർമോമീറ്ററിൻ്റെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. സ്വർണം, ആഭരണങ്ങളുടെ നിർമ്മാണത്തിന്, വെള്ളി ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കാറുള്ളത് വെള്ളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ഉപയോഗങ്ങൾ. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പ്രധാന ലോഹങ്ങൾ, ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ലോഹങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ഈ ലോഹങ്ങളുടെ പ്രധാന ഉപയോഗങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഇനി അടുത്തൊരു എക്സാമിനേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൽ ക്ലിയർ ആയിരിക്കണം. ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉത്തരം നൽകാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഭാഗങ്ങളൊന്ന് കുറച്ച് ഇപ്പോൾ അയിരുകൾ മാത്രം എടുത്തല്ല, അയിരുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ലോഹങ്ങളെ വേർതിരിച്ച് ആ ലോഹങ്ങളുടെ കുറച്ച് ഉപയോഗങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഘട്ടത്തിലേക്ക് പ്രിപ്പയർ ചെയ്ത് നല്ലോണം എക്സാം എഴുതുക. താങ്ക് യു.